എല്ലാവർക്കും ഇന്ത്യൻ കഫേയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ തായ് മാംഗോ സ്റ്റിക്കി റൈസ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാംഗോ സ്റ്റിക്കി റൈസ് ഒരു തായ്ലൻഡ് റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? ഈ റെസിപ്പി ഉണ്ടാക്കാൻ ഇതിൻ്റെതായ സ്പെഷ്യൽ റൈസാണ് ഉപയോഗിക്കുന്നത്, ഗ്ലൂട്ടിനസ് റൈസ്. ഈ റൈസ് യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഈ റൈസ് കുക്ക് ചെയ്യുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 1 കപ്പ് സ്റ്റിക്കി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വാഷ് ചെയ്യണം. അതിൻ്റെ ഒരു വൈറ്റ് കളർ മാറുന്നത് വരെ നമുക്കിത് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം 9 മണിക്കൂർ ഓവർനൈറ്റാണ് ഞാനിത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു വൈറ്റ് തുണി, അത് യൂസ് ചെയ്യാത്തതായിരിക്കണം, അതൊന്ന് നനച്ചു കൊടുക്കുകയും വേണം. ആ നനഞ്ഞ ആ ഒരു വൈറ്റ് തുണിയിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മടക്കിയിട്ട് നമ്മുടെ സ്റ്റീമറിലേക്ക് നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം വേണം നമ്മുടെ ഈ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാൻ. ഒരു 20 മിനിറ്റ് വേണം ഇത് കുക്കാകാൻ. റൈസ് റെഡിയാവുന്ന ടൈമിൽ നമുക്കിതിനു വേണ്ടിയുള്ള കോക്കനട്ട് മിൽക്ക് തയ്യാറാക്കാം. ഞാൻ 1 കപ്പ് ഫ്രഷ് കോക്കനട്ട് മിൽക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്വല്പം സോൾട്ട് കൂടെ ആഡ് ചെയ്യാം. ഇതിനൊരു ബാലൻസ്ഡ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് സോൾട്ട് ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ പഞ്ചസാര മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് ചൂടാക്കാം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കോക്കനട്ട് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. കൂടെ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഓവർ കുക്കായി ഉടഞ്ഞു പോയിട്ടില്ല. ഇനി ഇത് ഡയറക്റ്റ് നമ്മുടെ ആ കോക്കനട്ട് മിൽക്കിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പെതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം 3 മിനിറ്റ് ഞാനിവിടെ കുക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഒരു ചൂടില്ലാത്ത അടുപ്പിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഞാൻ ഇതിൻ്റെ പുറത്ത് ഒരു കട്ടിയുള്ള ടവൽ വിരിച്ചിടുന്നുണ്ട്. അതായത് ഇതിൻ്റെ ചൂട് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ആ ടവൽ വിരിച്ചിട്ട് അതിൻ്റെ മേലെ അതിൻ്റെ അടപ്പ് വെച്ച് അടച്ചു വെക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ കോക്കനട്ട് ക്രീം തയ്യാറാക്കാം. 1 കപ്പ് കോക്കനട്ട് മിൽക്കിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ സ്വല്പം സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ നന്നായി മെൽറ്റ് ആകട്ടെ. ആ ടൈമിൽ 1 ടീസ്പൂൺ അരിപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളവും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടകളില്ലാതെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് തിക്കാകുന്ന ടൈമിൽ നമ്മുടെ ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ കോക്കനട്ട് സോസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റിക്കി റൈസിൻ്റെ മീതെ കൂടെ ഒഴിച്ച് വിളമ്പുന്നത്. ഇനി നമ്മുടെ റൈസ് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർവ് ആയി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസ് കംപ്ലീറ്റ് അബ്സോർവ് ആയി കോക്കനട്ട് മിൽക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാംഗോ കട്ട് ചെയ്തതോടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതെ ആ ഒരു കോക്കനട്ട് മിൽക്കിൻ്റെ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള സെസമേ സീഡ്സ് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.